ഫ്രണ്ട്സ്, നമ്മളിനി കുറച്ച് കാട്ടിക്കൂടുള്ള വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും അരവിന്ദുകൊണ്ട് നല്ല കാടാണ്, കാണിച്ചു തരാം. കണ്ടാ, അപ്പുറത്ത് വേറൊരു സ്ഥലമാണ്. നമ്മൾ കുറേ നാളെ നടന്ന്, കുറേ അല്ല കുറച്ചൊരാണ് നടന്നത്. അപ്പം ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒത്തൊരു സ്ഥലമുണ്ട്, അവിടെ പോകുമ്പോഴേ അറിയാം എന്താണെന്ന്. ബോട്ടിങ് ആയതുകൊണ്ട് നമുക്ക് നോക്കാം, എത്ര ചോദിക്കും, പോകാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. അവിടെയുള്ളൊരു അമ്മച്ചി പറഞ്ഞ് പുറത്തുനിന്ന് ആരും പോയാലും നല്ല പൈസ മേടിക്കും. ഇവിടെ ഉള്ളവർക്ക് 15 രൂപയും 15 രൂപ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുള്ളൂ എന്ന് പറഞ്ഞു. പുറത്തുനിന്ന് ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ പറഞ്ഞവർക്ക് 500 രൂപ മേടിക്കുന്നതാണ് അവിടുത്തെ ഒരു അമ്മച്ചിരുന്ന് കേട്ടാൽ നമ്മൾ വാങ്ങുന്നത്. പിന്നെ നോക്കാം, 500 രൂപയാണെങ്കിൽ നമ്മൾ കയറൂലേ. 500 കയറില്ല കൈ, ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. 500 കൊടുത്ത് പോകുള്ളത്, 500 കൊടുത്ത് നമുക്ക് അവിടെ കള്ളിക്കട ഡാമുണ്ട്, അവിടെ 500 പോലും ആവില്ല നമുക്ക് അവിടെ ബോട്ടിങ് ചെയ്യാം. നോക്കാം. ഇനിയേ നമ്മൾ കയറി 10 പോയിട്ടാണെങ്കിൽ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പം എടുത്ത് ചാടും, വീട് ഇറക്കേണ്ടത് വേണം. നോക്കാം പൈസ മേടിക്കില്ലെന്ന്. നമ്മൾ പോണ വഴിയൊക്കെ കാട്, വനജീവികളൊക്കെ ഉണ്ടാന്ന് അറിഞ്ഞൂടാ. ഫുൾ തേക്കാണ്, കണ്ട കൈ, ഫുൾ തേക്കാണ്. ആനയുണ്ടോ അവിടെ? ആന ഇവിടെ ഉണ്ടാന്ന് അറിഞ്ഞൂടാ, അപ്പുറത്തെ കാണുമായിരിക്കും. ഗായ്സ്, ഞങ്ങളെ ട്രക്കിങ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെന്തിനു പറഞ്ഞേ, ഇതോ നിന്നെ ഇത് ബോട്ടിൽ കയറുള്ള ട്രക്കിങ്. ബോട്ടിൽ കയറുള്ള ട്രക്കിങ് എവിടെ കൂടെയൊക്കെ വഴിയൊക്കെ കിടക്കണം. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് പച്ചമലേ, തച്ചമലേ, തച്ചമല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. വേണ്ട, സ്ഥലപ്പേര് പറയാം. അത് സ്ഥലപ്പേര് ആരും പറഞ്ഞ റിവ്യൂ ചെയ്തില്ല ആരും. അതൊന്നും കുഴപ്പമില്ല, പിന്നെ നമ്മൾ റിവ്യൂ ചെയ്തു, അതൊന്നും വിഷയമല്ല. എടാ, അമ്മച്ചി പറഞ്ഞിട്ടേ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ബോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ അമ്മച്ചി അങ്ങനെ പറഞ്ഞു, പുറത്തുനിന്ന് ആൾക്കാർ പോകുമ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, കൊണ്ട് ചുറ്റി കാണിക്കും. ഒരു 15 ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ചുറ്റി കാണിക്കും. അതിനെ അവർ പറഞ്ഞ ഡീസലിൻ്റെ പിന്നെ ബോട്ട് ഓട്ടിക്കുന്നവരെ പൈസ കൂടെ ചേർത്ത് വലിയ ബോട്ടോടാ പോയി. ഗൈസ്, എല്ലാം മുളം കാട് വന്നിട്ടുണ്ട്, നോക്കിയോ. കാടണിയും കാനനമയില് ആളെ കട്ടേ, അത് ഒരു കട്ടുമില്ല. അതല്ല ഷോർട്സ് എടുക്കാൻ. എന്താ ഷോർട്സ്? ഈ കാടിന്റെ ഒരു കട്ടാക്കാൻ പറ്റുന്ന കട്ടായിക്കണം. നമ്മൾ കുറേ തിരിക്കുന്ന കുറച്ച് വെട്ടമൊക്കെ വീണു ഇവിടെ. ഇത്ര നേരം കാടിനകത്തൂടെ ഇപ്പോൾ കുറച്ച് വെട്ടമൊക്കെ വീണ് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏകദേശം എത്തിയെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് കുറച്ച് വെട്ടമൊക്കെ അവിടെയൊക്കെ നിറയെ ഒച്ച കേൾക്കണം. അപ്പോൾ അവിടെ ശരിക്കും ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഒച്ച ഇങ്ങനെ കേൾക്കണുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇരുണ്ട് കയറി പറഞ്ഞു. ആദ്യത്തിന് കുടയെടുത്ത് ഒരു സാധനം കാണിച്ചാലേ വാ നിങ്ങൾക്ക് അപ്പോൾ ഈ സ്ഥലം വന്നിട്ട് തമിഴ്നാട്ടിൽ പേച്ചിപ്പാറ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സൊക്കെ ഉണ്ട് ഇവിടെ വരെ. വന്നാൽ ഇവിടെ ബോട്ടിംഗ് കൊണ്ട് എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വരണം. ഇതായിട്ട് വീഡിയോ ആരും കാണും, ഉറപ്പായിട്ട് സബ് ചെയ്യണം കേട്ടല്ലേ. നമ്മൾ അടിപൊളി വീഡിയോ ഒക്കെ ഇനി പറഞ്ഞായിരിക്കും. ഇനി അവിടെ പോയി നോക്കാം ബോട്ടിങ് കയറാൻ പറ്റൂല്ലേ. ഫ്രണ്ട്സ്, ഇവിടെയാണ് ബോട്ട് ചെയ്യാൻ ഉള്ള സ്ഥലം. അതിൽ ബോട്ട് ചെയ്യാം, പക്ഷേ കണ്ടിട്ട് നല്ല പൈസ മേടിക്കണം തോന്നുന്നത്. അരവിന്ദിൻ്റെ ബന്ധു ഇവിടെ ഉണ്ടെന്ന് ആരെയും പറഞ്ഞു, പക്ഷേ അവരും ഈ ബോട്ട് ചെയ്യുന്നതാണ് ആരെയും പറഞ്ഞത്. നോക്കാം, ആരെന്തോ വിളിച്ചു നോക്കിയിട്ട് വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇനി 500 അടുത്തൊന്ന് പോകാൻ മതി. 10 30 50 രൂപയാണെങ്കിൽ കൂടുക. നമ്മൾ പുറത്തുനിന്നായതുകൊണ്ട് 500 രൂപയ്ക്ക് മേടിക്കും. നമുക്ക് നോക്കാം, പോണോ വേണ്ടത് നമ്മൾ ആലോചിച്ചിട്ട് പറയാനേ. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മളിതുവരെ പോയില്ല, കയറാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടാ.
ഇവിടെ ഇപ്പം 1 2 3 4 5 6 ബോട്ടുണ്ട്. ഒരു ബോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി എന്താണ്, ഇത് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം അരവിന്ദിന് അറിയാം. അപ്പം അരവിന്ദ് പറയും എങ്ങനെയാണ് ഇത്, പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ, ആരാണ് നടത്തുന്നത്, ഇത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്, ടൂറിസ്റ്റിന് വേണ്ടിയാണോ അതോ അവർക്ക് ഈ അപ്പുറത്ത് വേറൊരു സ്ഥലമാണ്, അവിടെ സ്കൂളും വീടും അതൊക്കെ ഉണ്ട്, അവർ ഒറ്റപ്പെട്ട സ്ഥലം പോലെ കിടക്കുന്നത്, പാലമൊന്നുമില്ല. അപ്പോൾ അവിടത്തെ വേണ്ടി മാത്രമാണ് ഈ ബോട്ടൊക്കെ നടത്തുന്നതെന്ന് അരവിന്ദിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അരവിന്ദ് സംഭവം ഇതോ അവിടെ ആ മല, പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ആൾ താമസമുള്ള സ്ഥലങ്ങളാണ്. അവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ പേച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരണമെങ്കിൽ ഒരുപാട് ബസ് ട്രാവൽ ചെയ്ത് അങ്ങനെ പോയി കോതയാറ് പോയി, പിന്നെ അവിടെ നിന്ന് ബസ് കയറി ഇവിടെ വന്നാലേ അവർക്ക് പെട്ടെന്നല്ല അത്രയും ലേറ്റാവും. എമർജൻസി പർപ്പസിനൊന്നും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ എത്താൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്നൊക്കെ എത്താൻ പറ്റുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ബോട്ടുകളാണ്. ഇപ്പോൾ ഇവിടെയുള്ള മുഖ്യമുള്ള സ്ഥലങ്ങളും ഇങ്ങനെ കിടക്കുന്ന ബോട്ട്, ഓരോ ബോട്ടൊക്കെ പോയി അവിടെയുള്ള ആൾക്കാർ ഒരു 10-20 പേര് നിൽക്കുകയാണെങ്കിൽ അവരെ പിക്ക് ചെയ്തിട്ട് ഇഞ്ഞു കൊണ്ടുവരും. പിന്നെ അങ്ങ് അവിടെയൊക്കെ ആണെങ്കിൽ സ്കൂളൊക്കെ ഉണ്ട്, തച്ചമല എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വരാനുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഈ ബോട്ട്. അപ്പോൾ ഇവർ ചാർജ് ചെയ്യണമെന്ന് പറയുമ്പോൾ 15 രൂപ എന്നാണ് അമ്മച്ചി പുറത്തിരുന്ന് അമ്മച്ചി പറഞ്ഞത്. 15 രൂപ എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇവർ നല്ല പൈസ വാങ്ങുന്നതാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമുക്ക് ഡയറക്റ്റ് ക്ലിയർ ആയിട്ടൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ചോദിച്ചപ്പോഴും അവരൊന്നും പറഞ്ഞില്ല. കാരണം അത്ര ആൾക്കാരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. ഇത് ഗവൺമെൻറ് നടത്തണം, എനിക്ക് ക്ലിയർ അറിഞ്ഞൂടാ. ഗവൺമെൻറ് ആണെങ്കിൽ ഇങ്ങനെ ചാർജ് ഒന്നും ചെയ്യൂല അവർ, പ്രത്യേകിച്ച് ടൂറിസ്റ്റിന് വേണ്ടിയല്ല. ചില സ്ഥലത്തെ ഗവൺമെൻറ് ഇത് നടത്തും, പൈസ മേടിക്കില്ല, പക്ഷേ ടിപ്പായിട്ട് കൊടുക്കും. നമ്മളവിടെ കുമ്പിച്ചുകട എല്ലാവരുണ്ടല്ലോ, അതാണ് സംഭവം. ഗവൺമെന്റ് നടത്തിയാലും ഇത്ര ദൂരം നമ്മളെ കൊണ്ടുവിടല്ല. അപ്പൊ ടിപ്പായിട്ട് അവർ അങ്ങനെ 15-20 ഒക്കെ വെച്ച് കൊടുക്കും. വാങ്ങണല്ല, കമ്മീഷൻ വാങ്ങണല്ല, ടിപ്പായിട്ട്. അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ബോട്ട് റെന്റിന് എടുത്ത് നമുക്ക് പോകാം. അതിനൊരു 500-600 ഒക്കെ ആവുമായിരിക്കും തോന്നുന്നത്. ഗൈസ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞൂടാ. നമ്മളൊരു 7-8-10-11 വരെ വരികയാണെങ്കിൽ നമുക്ക് ഷെയർ ഇട്ട് നമുക്ക് സൂപ്പറാണ് 2 അവർ 1 അവറൊക്കെ നമുക്ക് ചുറ്റി കാണാം. അടിപൊളി സ്ഥലമാണ്, കാണാൻ പറ്റിയ സ്ഥലമാണ്, ബോട്ടിങ്ങിനൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ നല്ല മഴയൊക്കെ വരെയാണ്. നമ്മൾ ബോട്ടിങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയൊക്കെ വരാണെങ്കിൽ അടിപൊളിയായിരിക്കും വ്യൂ കാണാനായിട്ട്. അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഗൈസ് ഇവിടെ ശരിക്കും ഞാവൽ പഴമുണ്ട്. ഇത് 2 ഞാവൽ മരമാണ്. ശരിക്കും ഞാവൽപ്പഴം ഉണ്ടായെന്നും തോന്നുന്നു. എല്ലാം തറയിൽ കിടപ്പുണ്ട്. കൊള്ളാം ഗൈസ്. പിന്നെതോ പേച്ചിപ്പാറ ഡാം, അങ്ങ് അറ്റം കാണുകയാണെങ്കിൽ പേച്ചിപ്പാറ ഡാം കാണാം. നമ്മൾ കഴിഞ്ഞ കുറച്ച് നേരത്തെ പറഞ്ഞല്ലേ പേച്ചിപ്പാറ ഡാം, അത് അവിടെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഡാമിനകത്ത് കയറി കണ്ട സ്ഥലമാണത്, ഡാമും പിന്നെ ഈ മലയൊക്കെ. ഇപ്പോൾ നമ്മൾ കുറച്ച് അടുത്തോട്ട് ഇങ്ങനെ വന്നു. നല്ല മഴ ഇരുണ്ട് വരെയാണ്, നല്ല മഴ ഉണ്ട് ഗൈസ്. മഴ വരും എന്നാണ് തോന്നുന്നത്. അത്യാവശ്യത്തിന് നല്ല വ്യൂ, അടിപൊളി സ്ഥലമാണ്. പക്ഷെ വണ്ടി ഇവിടെ വരില്ല. ബൈക്ക് കൊണ്ട് വരാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങ് അറ്റത്തൊക്കെ ട്രാവൽ ചെയ്ത് പോയി ഒന്ന് നോക്കായിരുന്നു. ജുറാസിക് ഐലൻഡ്. ഐലൻഡ് കണ്ട, ഇവിടെ നിന്ന് അങ്ങനെ ഫുൾ ഐലൻഡ് അല്ല, അങ്ങോട്ടൊക്കെ മീൻസ് ഇവിടെ കുറച്ച് വെള്ളം കിടക്കണമെന്നേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ഫുള്ളും സ്ഥലങ്ങളാണ്. ഇതിന് അപ്പുറത്തോട്ടൊക്കെ തമിഴ്നാട്, പാവനാസം അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ്. ഐലൻഡ് എന്ന് പറയുന്നത് ഇതൊരു ഐലൻഡ്, പിന്നെ ദോ അങ്ങൊരു പാറ കാണും, അതൊരു ഐലൻഡ്. നമ്മളെ നേരെ ഫ്രണ്ടിലിരിക്കുന്നത് കൊച്ചൊരു ഐലൻഡ്, മലയല്ല, തൊട്ട് താഴെ. ഇതൊക്കെ ഐലൻഡാണ്, കൊച്ചു കൊച്ചു ദ്വീപുകളാണ്. ഇവിടെ വെള്ളം ഇറങ്ങി കിടക്കുമ്പോഴാണെങ്കിൽ നമുക്കിത് കാണാം, അടിപൊളിയായിട്ട് കാണാം. ഇപ്പോഴും ഇത്രത്തേക്ക് മഴ പെയ്തിട്ടും വെള്ളതാ ഇതുവരെ ആയതേ ഉള്ളൂ. സംഭവം വെള്ളം അതുവരെ ആവും, ഞാവൽ മരത്തിൻ്റെ അടുത്ത് അതുവരെ ആവും. ഇപ്പൊ മണിക്കുട്ടനാണെങ്കിൽ അങ്ങോട്ട് പോയിക്കാണ്, ചെറുക്ക എങ്ങോട്ട് പോയി ഒരു വിടുത്തുമില്ല. അപ്പൊ പ്രകൃതി ആസ്വദിച്ച് ഇടയ്ക്കാണ്. അത്യാവശ്യം കാണാൻ നല്ല ശരിക്കും സ്ഥലങ്ങളുണ്ട്, അടിപൊളി സ്ഥലങ്ങളാണ്. കാഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഈ പുല്ലൊക്കെ ഉണ്ടോ ഗൈസ്, ഇത് കാണാൻ നല്ല എന്ത് ഭംഗി. സൂക്ഷിച്ചൊക്കെ നടക്കണേ, സൂക്ഷിച്ച് നടക്കണം. മഴ ആയതുകൊണ്ട് തൊളിയെ കാണും, ചറുക്കും.
വീഴുന്ന എവിടെയെങ്കിലും ഇടി കിട്ടിയ പണിയാണ് ഗൈസ്. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ വിശേഷം. ഞാവൽ മരം ഇവിടെ നട്ടതാണെന്ന് തോന്നുന്നു കേട്ടോ, ഞാവൽ മരം. കാരണം അവിടെ ശരിക്കും നിൽക്കണം, അവിടെ തുടർച്ചയിൽ നിൽക്കുകയാണ് ചെറിയ ചെറിയ നാവൽ മരങ്ങളൊക്കെ. നമുക്കൊരു ഡ്രോൺ ഷോട്ട് ഉണ്ടല്ലോ. ആ സൈലൻസ് കണ്ട, വെള്ളത്തിലൊരു ചലനം പോലും ഇല്ല, ആ സൗണ്ട് പോലും ഇല്ല. പ്രകൃതിയുടെ ആ പക്ഷികളുടെ സൗണ്ട് മാത്രമേ കാതിൽ കേൾക്കണുള്ളൂ. പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്, വെള്ളത്തിന് പോലും അത്ര ഒരു സൗണ്ട് പോലും ഇല്ല. അടിപൊളിയായി, അടിപൊളി ഗൈസ്. ആവശ്യത്തിന് വെയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വിശേഷം. തലവേദന എടുക്കും ഗൈസ്, തലവേദന എടുക്കുന്നത് ഗൈസ്. ഡീഹൈഡ്രേഷൻ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും അങ്ങോട്ട് പോയിട്ട് ഭാഗ്യമാണ്. ഞങ്ങൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ബോട്ടിങ് പോകാൻ പറ്റുമോ എന്നോ നോക്കട്ടെ ഗൈസ്. എന്നിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പോയിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ പറ്റിയതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിട്ടേൺ പോകും. പിന്നെ ഒരു ദിവസം എല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ ഒരു ബോട്ടിങ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നോട്ട്. നല്ല വെയിലാണ്, കുറച്ച് റെസ്റ്റ് എടുത്ത് ഈ പ്രകൃതിയെ കൊണ്ട് കണ്ടുകൊണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങളത് പോവാം. അപ്പം ബൈ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ബോട്ട് ചെയ്യുന്ന സ്ഥലം. ബോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്, കാരണം നമ്മൾ പുറത്തുനിന്ന് വെള്ളം വാറണവർക്കേ നല്ല പൈസ മേടിക്കുന്നതാണ് അറിഞ്ഞു. ഇപ്പോൾ ഗൈസ് നല്ല വെയിലടിച്ചു തുടങ്ങി, ഇരിക്കാന്ന് വെയിലടിച്ചു തുടങ്ങി. നല്ല ഇത് തലവേദന, ഒരുമാതിരി ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നി, ഇറങ്ങി കാല് നനച്ചാൽ. നമ്മൾ സാധാരണ നമ്മൾ കടലിലൊക്കെ ചെല്ലുമ്പോൾ കാല് നനയ്ക്കാം, അതുപോലെ കാല് നനയ്ക്കാന്ന് പറഞ്ഞ ഷൂ ഒക്കെ അതാ ഇവിടെ ഊരിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കാല് നനയ്ക്കാൻ പോകാം. അപ്പോൾ ഫ്രണ്ടിലോട്ടോ നമുക്ക് നേരെ ആ ഐലാൻഡിലോട്ട് നോക്കി പോവാം. ഇവ എന്താ പറയുക, കുറേ നേരം കൊണ്ട് പറഞ്ഞല്ല ഐലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം എല്ലാണെന്ന് കമൻറ്റ്. സന്തോഷം കൊണ്ട് പറഞ്ഞു പോണതാണേ, ക്ഷമിച്ചേക്കണേ ഗൈസ്. ഇപ്പോഴ് വെള്ളം കണ്ട ഗൈസ്, ഇത്ര ഇറങ്ങിയിട്ടുള്ളൂ. നല്ല വെള്ളം പോലത്തെ വെള്ളം, പിന്നെ നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. നല്ല ഓപ്പൺ ഏരിയ ആണ് കേട്ടോ, നല്ല വെയിലടിക്കും. നമ്മളെ തലമണ്ടയ്ക്ക് തന്നെ അടിക്കും വെയിൽ. ഇത് കണ്ട ഗൈസ്, വെള്ളം കൊള്ളാം. ഇവിടെ കാണുമ്പോഴേ ഇറങ്ങി കുളിക്കാൻ തോന്നും. ഈ വെയിലും ഈ ചൂടും ഇതും കാണുമ്പോഴേ ഇറങ്ങി കുളിക്കാൻ തോന്നും. പക്ഷെ അന്ന് ടവലില്ല, നീന്തൽ അറിഞ്ഞൂടാ. അതേപോലെ ഇവിടെ ആരും ഇറങ്ങി കുളിക്കുകയും ചെയ്യരുത്. ആരെയും ഇവിടെ ഒന്ന് കുളി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടല്ല. പിന്നെ ഞാൻ മണിക്കൂട്ടനെ വിളിച്ച് അവന് ഷൂ ഒരാ മടിയായതുകൊണ്ട് അവൻ കരയെ നിൽക്കുകയാണ്. എന്ത് ചെറുക്കണം ഇപ്പോഴും നമുക്ക് ഇനിയൊരു ദിവസം ഇവിടെ വന്ന് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം. ഈ വീഡിയോയുടെ റീച്ച് വെച്ച് നോക്കിയിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്ത് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു 1 hour ബോട്ടിങ്, പിന്നെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ക്യാമ്പിങ് അങ്ങനെ പറ്റുമെങ്കിൽ അതെന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതോ ഈ ഐലാൻഡ് വെച്ച് ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഒരു 1K വ്യൂസ് കയറുകയാണെങ്കിൽ, ഒരു 100-150 ലൈക്ക് കയറുകയാണെങ്കിൽ ഞങ്ങൾ ആ ഐലാൻഡിൽ കയറി ടെൻ്റ് അടിച്ച് വിത്ത് എല്ലാവരും പെർമിഷനോടും ടെൻ്റ് അടിച്ച് ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യും. ഒരു ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂർ സ്റ്റേ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ റീച്ച് ആക്കുക. അപ്പോഴേ ക്യാമ്പിങ് വീഡിയോ ആയിട്ട് ആ ഐലാൻഡിൽ വെച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മറക്കരുത് ഗൈസ്, ഇത് നല്ല ഓർമ്മ വെച്ചോളി. പിന്നെ നമ്മൾ ബോട്ട് ദൂരം കാണിച്ചോളൂ. നമുക്ക് അടുത്തോട്ട് ബോട്ട് എത്ര പേർക്ക് പോകാം അതൊക്കെ നമുക്ക് ബോട്ടിൻ്റെ അടുത്തോട്ട് കാണാം. ഞാൻ ബോട്ടിൻ്റെ അടുത്തോട്ട് പോവേണം.
ഇതാണ് ബോട്ട്. ഇത് കുറേ പേരൊക്കെ പോവാം. ഫാമിലിയോടൊക്കെ വന്ന് ഫാമിലിയോടൊക്കെ പോകാൻ പറ്റും. ബോട്ട് ഇവിടെ ഉണ്ട്. കസേരയൊക്കെ ഉള്ള ബോട്ട് അവിടെ ഉണ്ട്. 2, 3, 4 ബോട്ട് മൊത്തം. ഒരു ബോട്ട് എങ്ങോട്ടോ പോയി. അവിടെ കോളയുള്ള നമ്പർ പേര് വായിക്കാൻ പറ്റില്ല. തമിഴ് ഇറങ്ങി വായിക്കാം. ഒരപ്പച്ച അങ്ങോട്ട് നീന്തി അങ്ങോട്ട് പോയി. ഇതാണ് ബോട്ടിൻ്റെ എൻജിൻ. ഇത് പെട്രോളാണ് ഡീസലാണ്? ഇവിടെ 1, 2, 3 ബോട്ട്. ഇവിടെ ഒരു ബോട്ടുണ്ട്. ഒരപ്പച്ച അങ്ങോട്ട് കായൽ നടുക്കോട്ട് ഇങ്ങനെ നീന്തി അങ്ങോട്ട് പോയി. ഇവിടെ ഒരു ബോട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിന് ശബ്ദം കാണാം. തിരമാല. ഈ കാറ്റിൽ ഈ വെള്ളം തിരമാല അടിക്കുമ്പോഴാണ് ഈ സൗണ്ട് വന്നത്. അതാ ഇതൊരു ബോട്ട്. ഇത് കണ്ടിട്ടൊരു പഴയ ബോട്ട് പോലെ. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കിട്ടി ഇറങ്ങി. ഇതാണ് ഇതിൻ്റെ എൻജിൻ. പ്രൈവറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട അവിടെ ദൂരെ അങ്ങ് ഡാം, പേച്ചിപ്പുറ ഡാം. നമ്മൾ അവിടെയാണ്, അപ്പുറത്താണ് പേച്ചിപ്പുറ ഡാം. പക്ഷേ ഡാമിൽ കയറ്റിയൊന്നും വിട്ടില്ല. അവിടെ കയറ്റി വിടില്ലാന്ന് പറഞ്ഞു പോലും. അപ്പം ഇതൊക്കെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും. വേറെ ഒന്നുമില്ല ഇവിടെ. ബോട്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. ബോട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ല വീഡിയോ, അതിൽ നമ്മൾ ചോദിച്ചു 400 രൂപയെന്നാണ് അവർ പറയണത്. നമ്മൾ രണ്ടുപേരും കൂടെ 400 രൂപ വൻ നഷ്ടം. അപ്പം ഫ്രണ്ട്സായിട്ടൊക്കെ ഇനി വരുമ്പം 5-6 വരെ കൊണ്ടെങ്കിൽ പോകുമ്പോൾ നമുക്ക് ലാഭം വരും. അപ്പം 2 രൂപ നഷ്ടമാണ്. നമ്മളിപ്പോൾ പോകണില്ല. നേരത്തെ പോയ ബോട്ട് അത് തിരിച്ചു വന്നു. നമുക്ക് ദൂരെ ഇവിടെ തിരിച്ചിങ്ങോട്ട് വരെയുണ്ട്. അതിൽ അക്കരക്കരയുണ്ടല്ലോ, അവിടെ കുറേ ഉണ്ട്. വീടും സ്കൂളും അതൊക്കെ ഉണ്ട്. അപ്പം അവരെ വിളിക്കാൻ വേണ്ടിയാണ് ആ ബോട്ട് അങ്ങോട്ട് പോയത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് വരും കാശ്. ഫസ്റ്റ് നമ്മളിപ്പം ഇനി ഇവിടെ നിൽക്കില്ല, നമ്മളിനി പോവാണ്. ബോട്ടിൽ കുറച്ച് ഫോട്ടോ എടുത്ത് ബോട്ടും കണ്ട്. ബോട്ടിൽ അങ്ങോട്ട് സൗണ്ട് ഇട്ടില്ലേ, ആൾക്കാർ പോകാനുണ്ട്, കുറേ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബോട്ട് ചെയ്യാറില്ല, കാരണം നമുക്ക് 2 പേരും പോയാൽ നഷ്ടമായിരിക്കും. ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വരണമെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നാൽ നഷ്ടമില്ല, നമുക്ക് 400 രൂപയ്ക്ക് പോകാൻ കുഴപ്പമില്ല, ഒരു നഷ്ടമില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഇവിടെ കാണാം. ബൈ. അതെന്തേ ബൈ ഗൈസ്. ഇവിടെ മറക്കാതെ ഞാൻ പറഞ്ഞ സാധനമൊക്കെ ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ എല്ലാം ഓൺ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോഴേ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്ക് ഒരു 1K വ്യൂവും ഒരു 150 ലൈക്കും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ പറഞ്ഞ ഐലാൻഡിൽ പോയി സ്റ്റേ അടിച്ച് വിത്ത് പെർമിഷനോടെ സ്റ്റേ അടിച്ചു. ഒരു ദിവസത്തെ സ്റ്റേ അടിച്ച് അവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിൽ. അടുത്ത വീഡിയോ വരും വരെ ബൈ ഗൈസ്. സീ യു. ക്യാമറ